നമസ്കാരം. യമനിലെ ഹൂതി വിമതരുടെ ശക്തി കേന്ദ്രങ്ങളിൽ സംയുക്ത ആക്രമണം നടത്തി ബ്രിട്ടീഷ് സൈന്യം. അതിരൂക്ഷമായ തോതിലാണ് ഇവിടെ ആക്രമണം നടത്തിയത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു സംയുക്ത ആക്രമണം നടത്തുന്നത്. ഹൂതി വിമതരുടെ ഏതാണ്ട് 8ഓളം ശക്തി കേന്ദ്രങ്ങൾ ഈ ആക്രമണത്തിൽ തകർത്തു എന്നാണ് ഇരു സൈന്യങ്ങളും അവകാശപ്പെടുന്നത്. വളരെ നാളുകളായി ചെങ്കടലിൽ കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ആക്രമണം നടത്തുന്ന രീതി പിന്തുടരുകയായിരുന്നു ഹൂതി വിമതർ. ഇതിന് ഒരു അവസാനം ഉണ്ടാകണം എന്ന നിർബന്ധത്തോടു കൂടി തന്നെയാണ് അമേരിക്കയും ഇപ്പോൾ ബ്രിട്ടനും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവർക്ക് നേരെ ആക്രമണം നടത്തുന്നത്. പ്രധാനമായും ഹൂതി വിമതർ തമ്പടിച്ചിരിക്കുന്നത് യമനിലാണ്. അവിടുത്തെ സന വിമാനത്താവളം ഇവർ വളരെ നേരത്തെ തന്നെ കൈവശം വച്ചിട്ടുണ്ട്. ഇവിടെ ഈ സന വിമാനത്താവളത്തിൽ നിന്നാണ് ഹൂതി വിമതർ പലപ്പോഴും മിസൈലുകൾ തൊടുത്ത് വിടുന്നതും മാത്രമല്ല തങ്ങളുടെ ശത്രുക്കളെ നേരിടാനുള്ള താവളമായി ഉപയോഗിക്കുന്നതെല്ലാം തന്നെ ഈ സനയിലെ ഈ ഒരു വിമാനത്താവളമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം നടത്തിയ സംയുക്ത ആക്രമണത്തിൽ ഹൂതി വിമതരുടെ ഭൂഗർഭ അറകൾ ഹമാസിനെ പോലെ തന്നെയാണ് ഹൂതി വിമതരും യമനിൽ നിരവധി രഹസ്യ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ഇവർ ആയുധങ്ങൾ സംഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത നീക്കം അതിശക്തമായ തോതിൽ ആക്രമണം നടത്തിയത്. നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കുക എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ പ്രാഥമിക ലക്ഷ്യമെന്നാണ് ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും പറയുന്നത്. കാരണം ലോകത്തെ ഏറ്റവും അധികം കപ്പലുകൾ, അത് ചരക്ക് കപ്പലുകൾ സർവീസ് നടത്തുന്ന മേഖലയാണ് ചെങ്കടൽ. ഇപ്പോൾ ഇതുവഴി പോകുന്ന കപ്പലുകളെ ഹൂതി വിമതർ നിരന്തരമായി ആക്രമിക്കുന്നുണ്ട്. അത് നേരത്തെ ആയിരുന്നെങ്കിൽ അത് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളാണ്, അല്ലെങ്കിൽ ഇസ്രായേലിലെ പൗരന്മാർക്ക് ഉടമസ്ഥതയുള്ള കപ്പലുകളാണ് എന്ന് പറഞ്ഞാണ് ഇവർ ആക്രമിച്ചത് എങ്കിൽ ഇപ്പോഴാകട്ടെ എല്ലാ കപ്പലുകളെയും ആക്രമിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഒരു റഷ്യൻ എണ്ണ ടാങ്കറിന് നേരെയും ഇവർ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ചെങ്കടലിൽ നിന്ന് ഇവരെ തുരത്തി ഓടിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സംയുക്ത നീക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നടത്തിയത്. യമനിൽ ഹൂതി വിമതർക്ക് നേരെ അമേരിക്ക ഇത് 8ാമത്തെ തവണയാണ് ഇത്തരത്തിലുള്ള ഒരു ശക്തമായ വ്യോമാക്രമണം നടത്തുന്നത്. നേരത്തെ നടത്തിയ ആക്രമണങ്ങളിലൊക്കെ തന്നെ ഹൂതി വിമതർക്ക് കനത്ത ആൾനാശവും അതുപോലെ അവരുടെ ആയുധങ്ങളൊക്കെ തന്നെ നഷ്ടമാവുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെ യുദ്ധക്കപ്പലായ USS ഐസനോവറിൽ നിന്നാണ് ഈ യമനിൽ ആക്രമിക്കാനുള്ള യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നത്. ഹൂതി വിമതർക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നാണ് ബ്രിട്ടൻ്റെ ഡിഫൻസ് സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് വ്യക്തമാക്കിയത്. അതേസമയം ഹൂതി വിമതരാകട്ടെ തങ്ങളുടെ വിമാനത്താവളങ്ങൾ വരെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത സൈന്യം ആക്രമിച്ചു എന്നാണ് ആരോപിക്കുന്നത്. ഏതായാലും ഹൂതി വിമതരെ സംബന്ധിച്ചിടത്തോളം അവർ ഹമാസിനെ പിന്തുണയ്ക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കഷ്ടകാലം അവരെയും പിടികൂടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് തീവ്രവാദികൾ ആളുകളെ കൊല്ലുകയും ബന്ദികളാക്കുകയും ചെയ്തതിന് തൊട്ട് പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂതി വിമതരും ഹിസ്ബുള്ളയും എല്ലാം തന്നെ രംഗത്തെത്തിയത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചെങ്കടലിൽ അതുവഴി കടന്നു പോകുന്ന ചരക്ക് കപ്പലുകളെ ഇവർ നിരന്തരമായി ആക്രമിക്കാൻ തുടങ്ങിയതും. അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നോണമാണ് ഈയിടെയായി അമേരിക്കയും അതിശക്തമായ തോതിൽ ചെങ്കടലിൽ ഈ ഇത്തരത്തിലുള്ള ഇവരുടെ ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടി സൈനിക സാന്നിധ്യം ശക്തമാക്കിയത്. നേരത്തെ അവരുടെ ഏറ്റവും വലിയ പടക്കപ്പലായ ജെറാൾഡ് ഫോർഡ് ചെങ്കടലിൽ ഉണ്ടായിരുന്നു. പല ആക്രമണ ശ്രമങ്ങളെയും തടയാൻ ഈ കപ്പലിന് കഴിഞ്ഞിരുന്നു. ഇപ്പോഴും അവിടെ ഐസനോവർ എന്ന അവരുടെ അടുത്ത ഏറ്റവും വലിയ പടക്കപ്പലാണ് ഇപ്പോൾ ചെങ്കടലിലുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ബ്രിട്ടനെ സംബന്ധിച്ചൊക്കെ തന്നെ ഹൂതി വിമതർക്ക് നേരെ ആക്രമണം നടത്തുക എന്നുള്ളത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ പലപ്പോഴും സംഭവിക്കാറുള്ളത് യമനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തേണ്ടി വരും എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതൊരു പക്ഷേ നാളെ അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കാൻ ഹൂതി വിമതരെയും ഹമാസിനെയൊക്കെ തന്നെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഒരുപക്ഷെ നീക്കം നടത്തിയേക്കാം എന്നാണ് സൂചന.